നല്ല വേണമെന്നേ, നല്ല വേണമെന്നേ. കുത്തിയെടുക്ക് പോയിട്ടേ. മതിയേ മതിയേ. 27 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണ് ചെറിയ മക്കള് കരയണത് പോലെ ജീവന് വേണ്ടിയിട്ട് നിങ്ങളുടെ മുന്നിൽ പൊട്ടിക്കരഞ്ഞോണ്ട് കിടക്കുക. അവന്റെ കണ്ണൊക്കെ മഞ്ഞ കളർ അടിച്ചിട്ടിട്ടല്ലോ, വയറൊക്കെ വീർത്തിട്ട് അതിന് ലിറ്റർ കണക്കിന് വെള്ളം ഓരോ ദിവസവും കുത്തിയെടുത്തിട്ടാണ് അവന്റെ ജീവൻ നിലനിന്ന് പോണത്. എനിക്ക് ഉമ്മയും 2 പെങ്ങന്മാരും 8 വർഷമായിട്ട് എന്തൊക്കെ പണിയൊക്കെ പയരെടുത്ത് സൂപ്പർ മാർക്കറ്റിലോ ഹോട്ടലിലോ ലാസ്റ്റ് അട്ടോക്കിലോ ഒക്കെ എടുത്ത് ജീവന് വന്നപ്പാട് മനസ്സിലായത് എനിക്കെന്ത് പറ്റുന്നവരല്ലെങ്കിൽ വേറെ സഹിച്ച് മരിക്കാനായി. കണ്ണൊന്ന് തുറന്നോട്ടെ, ആ കണ്ണൊന്ന് കാണിച്ചു കൊടുക്ക്. ഒരു വല്ലാത്തൊരു അവസ്ഥയാണ്. ആ കണ്ണിന്റെ കളർ നിങ്ങൾ കണ്ടില്ലേ, മഞ്ഞ കളറായിരിക്കുകയാണ്. അതുപോലെ ഇസുദ്ദീന്റെ വയറ് നിങ്ങൾ നോക്ക്, വയറൊക്കെ വീർത്തിട്ട് ആ പൊക്കിൾ കൊടിയൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വന്നിട്ട് ഓരോ ദിവസവും 3-4 ലിറ്റർ വെള്ളം ഈ വയറ്റിൽ കുത്തിയെടുക്കുക. ശരീരം മുഴുവൻ നീരാണ്, കാലൊക്കെ നീരാണ്. അതായത് കരൾ രോഗത്തിന്റെ ഏറ്റവും അവസാനത്തെ സ്റ്റേജിലാണ് 27 വയസ്സുകാരനായി യതീമായിട്ടുള്ള ഒരു സഹോദരൻ. അവന് 2 പെങ്ങന്മാര്, ഉമ്മയാണ് ഉള്ളത്. ആ കുടുംബം പോറ്റാൻ വേണ്ടിയിട്ട് ദുബായിൽ പ്രവാസ ലോകത്ത് പോയിട്ട് ചെയ്യാത്ത ഒരു ജോലിയില്ല അല്ലെ. പെട്രോൾ പമ്പിൽ ജോലി ചെയ്തിട്ടുണ്ട് അല്ലെ, കഫ്തീരിയിലും ജോലി ചെയ്തിട്ടുണ്ട്, എല്ലാ പണിയെടുത്ത് അല്ലെ, ഉമ്മാനെയും പെങ്ങന്മാരെയും നോക്കാൻ വേണ്ടിയിട്ട്. ഉപ്പ മരണപ്പെട്ടതിന് ശേഷം ആ കുടുംബം നോക്കുന്ന ഒരു മകനാണ് ഈ കിടക്കുന്നത് അല്ലെ. എല്ലാ മാസവും വീട്ടിലേക്ക് പൈസ അയച്ചു കൊടുക്കൂലേ ഉമ്മാക്കും പെങ്ങന്മാർക്കും. അവസാനം രോഗം വന്നിട്ട് ഇങ്ങനെ കിടക്കാണ്. പ്രവാസികളായ എന്റെ സഹോദരങ്ങളോടാണ്, നിങ്ങൾ മാത്രമാണ് ഈ പ്രിയപ്പെട്ടവന് ഒരു ആശ്വാസം. നിങ്ങളിലാണ് പ്രതീക്ഷ. ഒരു 40 ലക്ഷം രൂപ കണ്ടെത്തിയ കരൾ മാറ്റിവെക്കാൻ സാധിക്കും. വീണ്ടും ആ കുടുംബത്തെ നോക്കാൻ വേണ്ടി പ്രവാസ ലോകത്തേക്ക് തന്നെ പോകും. ഞങ്ങളെല്ലാരും ഒന്ന് സഹായിക്കണം. ഓന് കരള് രോഗമാണ്. ഒരുപാടായി ഇങ്ങനെ സഹിക്കുന്നവന് വേദനയും കാര്യങ്ങളൊക്കെ ആയിട്ട് വയറ് വീർത്ത് പൊട്ടാനായി, വയറിൽ നീര് നിറഞ്ഞ് എപ്പോഴും എടുക്കുന്ന പണിയാണ്. ഒരുപാടായി വേദന സഹിക്കുന്ന. ഞങ്ങളെല്ലാവരും ഒന്ന് സഹായിക്കണം. ഓൻ ഗൾഫിലായിരുന്നു, ഉപ്പ മരിച്ചിട്ട് 8 കൊല്ലമായി. പിന്നെ ഓനാ ഞങ്ങളെല്ലാവരും നോക്കിയത്. ഇങ്ങനെ വേദന സഹിക്കാനാവൂല. 8 വർഷമായി ഞങ്ങൾ ഉപ്പ മരിച്ചിട്ട്. ഞങ്ങളെ നോക്കുന്നതൊക്കെ ഇക്കാക്കയായിരുന്നു. ഞങ്ങൾക്ക് ആരും ഇല്ലാത്തൊരവസ്ഥയാണ്. എല്ലാവരും പറ്റുന്ന പോലെ എൻ്റെ ഇക്കാക്കനെ ഒന്ന് സഹായിക്കണം. ഒരു നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് നിങ്ങളുടെ മുമ്പിൽ കൈ നീട്ടുന്നത്. അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട നാട്ടുകാരെ, ഞാൻ ഇസുദ്ദീൻ ചികിത്സാ സഹായ കമ്മിറ്റിയുടെ ചെയർമാൻ ടി.പി. നിലാമുദ്ദീനാണ്. നന്മണ്ട ഗ്രാമപഞ്ചായത്ത് 2ാം വാർഡ് മെമ്പറാണ്. ഇസുദ്ദീനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ കരൾമാറ്റ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 40 ലക്ഷത്തോളം രൂപ ആവശ്യമായി വന്നതിനാൽ പ്രിയപ്പെട്ട എല്ലാ നാട്ടുകാരും ഈ സംരംഭവുമായി സഹകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. പ്രിയമുള്ളവരെ, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഞാൻ അസീസ് കോറോമാണ്. വളരെ ഗൗരവമുള്ളൊരു വിഷയം നിങ്ങളുമായി ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഇപ്പോൾ വോയിസിൽ വരുന്നത്. കോഴിക്കോട് ജില്ലയിലെ ചീക്കിലോട് പ്രദേശത്തുള്ള ഒരു പ്രിയപ്പെട്ട സ്നേഹിതൻ, 26 വയസ്സുള്ള ചെറുപ്പക്കാരൻ ഇസുദ്ദീൻ, മാരകമായ കരൾ രോഗം പിടിപെട്ടുകൊണ്ട് കോഴിക്കോട് മൈത്ര ആശുപത്രിയിലുള്ളത്. ഉമ്മനെ പ്രസവമൊക്കെ വന്ന് കണ്ടിരുന്നു. എത്രയും പെട്ടെന്ന് കരൾ മാറ്റി വെക്കണം, അവരുടെ മുന്നിൽ ഒരു വഴിയുമില്ല. ഉപ്പ നേരത്തെ മരിച്ചു പോയതാണ്. കുടുംബം വേറൊരു വഴിയില്ലാതെ നാട്ടുകാരൊക്കെ പ്രിയപ്പെട്ട ഇസുദ്ദീനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള വലിയ ഒരു പ്രവർത്തനത്തിലുള്ളത്. ഇവിടെ കക്ഷിയും രാഷ്ട്രീയവും ജാതിയും മതമൊക്കെ മറന്നുകൊണ്ട് ഒരു നാട് മുഴുവൻ പ്രിയപ്പെട്ട ഇസുദ്ദീനെ ചേർത്ത് പിടിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നിട്ടുണ്ട്. പെട്ടെന്ന് കരൾ മാറ്റി വെക്കാൻ 40 ലക്ഷം ഉറുപ്പിക ആവശ്യമുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാവണേ, കൂടെ സപ്പോർട്ട് ചെയ്യണേ. 26 വയസ്സുള്ള ചെറുപ്പക്കാരനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് ഒന്നിച്ച് മുന്നോട്ട് പോകാം. എല്ലാവരുടെ സഹായം അഭ്യർത്ഥിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാൻ കമറുദ്ദീൻ ഹൈത്തമി. ഞാൻ നിബ്രാസുൽ ഹുദ മദ്രസയിലെ കൊളത്തൂർ മദ്രസയിലെ സദർ ഉസ്താദാണ്. അപ്പോൾ ഇസുദ്ദീൻ എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി നമ്മുടെ നാട് ഒരുമിക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെയൊക്കെ അകമഴിഞ്ഞ സഹായം ഞങ്ങൾ ഇവിടെ പ്രതീക്ഷിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ സുരേന്ദ്ര മാഷ്, ഇസുദ്ദീൻ
ചികിത്സാ കമ്മിറ്റിയുടെ കൺവീനറാണ്. ഈ ഇസുദ്ദീൻ ചികിത്സാ കമ്മിറ്റി ഒരു നിർണായകമായ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ചികിത്സയ്ക്കുള്ള മുന്നൊരുക്കങ്ങൾ ഒരു ഭാഗത്ത് നടക്കുമ്പോഴേ നമ്മൾ ഫണ്ടിൻ്റെ അപര്യാപ്തതയിൽ വളരെ ബുദ്ധിമുട്ടാണ്. 40 ലക്ഷം രൂപ എത്രയും പെട്ടെന്ന് സമാഹരിക്കാനുള്ള ഒരു നെട്ടോട്ടത്തിലാണ് എല്ലാവരും എല്ലാ മറ്റ് വിഭാഗീയതകളൊക്കെ മറന്ന് നമ്മൾ ഈ കുഞ്ഞി ചെറുപ്പക്കാരനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള തീവ്ര ശ്രമത്തിലാണ് എല്ലാവരും. നിങ്ങളുടെയും കൂടി സഹകരണം, ഒരു കൈ സഹായം ഉണ്ടെങ്കിൽ ആ ചെറുപ്പക്കാരനെ ഇനിയും പൂർത്തീകരിക്കാത്ത, ആശകൾ തീർക്കാത്ത, പൂരിപ്പിച്ചിട്ടില്ലാത്ത ആ ജീവിതം വീണ്ടും തിരിച്ചു കിട്ടാൻ വേണ്ടി നിങ്ങളുടെയൊക്കെ സഹകരണം ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. കോഴിക്കോട് നെന്മണ്ട പഞ്ചായത്തിലെ ഇസുദ്ദീൻ എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ, അവന്റെ കരച്ചിലും അവന്റെ വേദനയൊക്കെ നിങ്ങൾ കണ്ടതാണ്. ആ ചെറുപ്പക്കാരനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ നാട് മുഴുവൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും ഇസുദ്ദീന് വേണ്ടിയിട്ട് 40 ലക്ഷം രൂപ കണ്ടെത്താൻ വേണ്ടി ഞങ്ങളോടൊപ്പം നിൽക്കണം. ഇസുദ്ദീൻ ചികിത്സാ സഹായ കമ്മിറ്റിയുടെ പേരിലുള്ള അക്കൗണ്ടും ഗൂഗിൾ പേയും ഫോൺ പേയും എല്ലാം ഇതിന്റെ കൂടെ വെക്കുന്നുണ്ട്. ഈ വീഡിയോ കാണുന്ന എൻ്റെ പ്രിയപ്പെട്ടവർ, അതുപോലെ തന്നെ ഈ നാട്ടിലെ മുഴുവൻ ആളുകളും ഇതിനു വേണ്ടി കൈകോർത്താൽ ഒരു പക്ഷേ മണിക്കൂറുകൾ കൊണ്ട് ഇത് ഫണ്ട് കണ്ടെത്താനും ആ ചെറുപ്പക്കാരൻ്റെ കരൾ മാറ്റിവെക്കാനും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും സാധിക്കും. നിങ്ങളെല്ലാവരും ഞങ്ങളോടൊപ്പം നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.